സുരേഷ, കശ്മീർ വീണ്ടും വിനോദസഞ്ചാരികളുടെ പറുദീസയായിട്ട് മാറുന്നു. കേരളത്തിൽ നിന്നടക്കം നിരവധി സഞ്ചാരികൾ പോകുന്നുണ്ട്. ഇനി ഈ ഗ്രൂപ്പിൽ കേരളത്തിൽ നിന്നുള്ളവരുണ്ടോ എന്ന് അറിയില്ല, വിശദവിവരങ്ങൾ അറിവായിട്ടില്ല. നോക്കൂ, നേരത്തെ പാകിസ്ഥാൻ്റെ സൈന്യാധിപൻ അദ്ദേഹം പുറത്തു നിന്ന് ഒരു പരാമർശം നടത്തി എന്ന് കേണൽ ഡിന്നി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ശ്രീനഗറിലെ എം പി തന്നെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈയിടെ നടത്തുകയുണ്ടായി. അതായത് ഒരു കൾച്ചറൽ ഇൻവേഷൻ, സാംസ്കാരിക അധിനിവേശം നടക്കുന്നു. കാരണം കുറേ പേർ അങ്ങോട്ട് പോവുകയാണല്ലോ. അപ്പോൾ അവർ പാലിച്ചു വരുന്ന ഈ മുസ്ലിങ്ങളുടെ ഒരു രാജ്യം എന്ന രീതിയിൽ തന്നെ കണക്കാക്കിയിരുന്ന, ഒരു സ്വതന്ത്ര രാജ്യം എന്ന് കണക്കാക്കിയിരുന്ന ഒരു പ്രദേശത്ത് മറ്റുള്ളവർ ഇടിച്ചു കയറുന്നു. അവരുടെ സംസ്കാരത്തെ, അവർ അനുവർത്തിച്ചു പോരുന്ന ആചാരങ്ങളെ ഒക്കെ കടന്നാക്രമിക്കുന്ന ഒരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവുന്നു എന്ന രീതിയിൽ ശ്രീനഗറിൽ നിന്നുള്ള എം പി തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ മാത്രമല്ല, കേണൽ ഡിന്നി ചൂണ്ടിക്കാണിച്ചതുപോലെ ആ സമയം, അവർ തിരഞ്ഞെടുത്ത സമയം, US വൈസ് പ്രസിഡൻ്റ് ഇവിടെയുണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം സൗദിയിലാണ്. ഈ സംഭവത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഉടൻ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് ശ്രീനഗറിലേക്ക് പോകാൻ നിർദ്ദേശിച്ചത്. ഇപ്പോൾ വീണ്ടും അശാന്തമാക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമം അത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതിനായി ലഷ്കർ-ഇ-തോയ്ബയെ പേര് മാറ്റി ഇറക്കുന്നു. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? ആണനിൽ കേണൽ ഡിന്നി പറഞ്ഞ മാതിരി ദ പ്ലേസ് ഓഫ് ദ ചൂസിങ് ആൻഡ് ദ ടൈം ഓഫ് ദ ചൂസിങ്, അതാണ് അവർ ചെയ്തേക്കുന്നത്. അവർക്ക് വേണ്ട സമയം, വേണ്ട സ്ഥലം തിരഞ്ഞെടുത്തു. എപ്പോഴും കേണൽ ഡിന്നിക്ക് അറിയാം, ദേ സേ ഓൾവേസ് ടെററിസ്റ്റ് എപ്പോഴും 100% ലക്കി ആവേണ്ട ആവശ്യമില്ല. ഒരിക്കൽ ലക്കി ആയാൽ സെക്യൂരിറ്റി ഫോഴ്സസ് അങ്ങനെ 100% ലക്കി ആയിരിക്കാം. ഈ ടെററിസ്റ്റിന് വേണ്ട ഏറ്റവും വലിയ പബ്ലിസിറ്റി. അവർക്കതാണ്, ഒരാൾ മരിച്ചാലോ 25 പേര് മരിച്ചാലോ 100 പേര് മരിച്ചാലോ പബ്ലിസിറ്റിയാണ് അവർക്ക് വേണ്ടത്. അത് നമ്മൾ മുംബൈ ആക്രമണത്തിലും കണ്ടിരുന്നു, ജർമ്മൻ ബേക്കറി ബ്ലാസ്റ്റിൽ കണ്ടിരുന്നു, ഹൈദരാബാദിലെ ലുംബിനി പാർക്കിലെ ബ്ലാസ്റ്റിൽ കണ്ടിരുന്നു. പിന്നെ കുറെ ബ്ലാസ്റ്റുകൾ പണ്ട് നടന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ ഈ MP-യുടെ സ്റ്റേറ്റ്മെന്റിനെ പറ്റി വേറൊരു ഡിബേറ്റ് ചർച്ച ചെയ്തിരുന്നാണ്. എനിക്ക് തോന്നുന്നു ജാനുവരി 9 എങ്ങാണ് ഇദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്. ഈ സ്റ്റേറ്റ്മെന്റ് കൾച്ചറൽ ഇൻവേഷൻ നടന്നു. എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ ഒരു ഈക്വൽ സ്റ്റേറ്റ്മെന്റ് റീഡ് ചെയ്യാനുള്ളത് എവിടത്തെ ഞങ്ങളുടെ ഹൈദരാബാദ് MP അസദുദ്ദീൻ ഒവൈസി 3 ദിവസം മുമ്പ് വലിയൊരു റാലി നടത്തി ഹൈദരാബാദ്. അതിൽ ഇതേ വാർണിംഗ് ആണ് കൊടുത്തത്, ഞങ്ങളെ തൊട്ട് കളിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും. ഇതാണ് ക്ലിയർ വാർണിംഗ് ആണ്. ഒവൈസി ജീവിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിന്റെ വാർണിംഗ് വളരെ ക്ലിയർ ആണ്. പിന്നെ ഇങ്ങോട്ട് വെസ്റ്റ് ബംഗാളിലേക്ക് നോക്കാൻ, മുർഷിദാബാദിൽ നടന്ന വയലൻസ്, ഹിന്ദുക്കളുടെ വീട് പുറത്ത് പെയിന്റ് വെച്ചിട്ട് മാർക്ക് ഔട്ട് ചെയ്തിട്ടാണ് അതിനെ അവർ അറ്റാക്ക് ചെയ്തത്. ഹിന്ദുക്കളെ കൊന്നു 2 പേര്. ഇതൊക്കെ നമ്മൾ കണ്ടുവരുമ്പോൾ നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻസ് ആണ് തോന്നുന്നത്. പക്ഷെ അതല്ല, ഇതിന്റെ എല്ലാ ഒരു കേന്ദ്ര ബിന്ദുവാണ് ജമ്മു കാശ്മീർ. ഇതിന്റെ എല്ലാവരും നമുക്ക് എപ്പോഴും പറയും ടെറർ ഹാസ് നോ റിലീജിയൻ എന്ന് പറയും. ഇവരെപ്പോഴും വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഈ സെക്യുലർകാർ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഇനി വരും കണ്ടോളൂ, കോൺഗ്രസിന്റെ കുറെ ട്വീറ്റ് ഒക്കെ വരും. ഞാനിപ്പോ കുറച്ചു മുമ്പ് പിണറായി വിജയനെ ട്വീറ്റ് ചെയ്ത് ചോദിച്ചു, ഒന്നും എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റോ ട്വീറ്റോ വലുതുണ്ടോ? എന്തായാലും വേറെ എവിടെ നടന്നാലും, UP-യിൽ നടന്നാലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി മഹാരാഷ്ട്രയിൽ നടന്നാലൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് 5 മിനിറ്റ് ട്വീറ്റ് ചെയ്യുന്ന ആളാണ് പിണറായി വിജയൻ. പക്ഷെ ഇതുവരെ ഒന്നും ഞാൻ കണ്ടില്ല. അനിലിനെ അറിഞ്ഞുകൊണ്ട് അനിലിന്റെ ടീമിന് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഇത് ട്വീറ്റ് വന്നിട്ടുണ്ട്. അല്ലെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യൻ. എനിക്ക് പറയാനുള്ള എത്രയുള്ള അനിൽ, ഇത് കേണൽ ഡിന്നിക്ക് അറിയാം, തിരിച്ചടിച്ചേ പറ്റൂ. നമ്മൾ ഉറി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ്, പുൽവാമ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചടിച്ചതാണ്. ഇതും തിരിച്ചടിക്കണം. പക്ഷെ ഇറ്റ് ഷുഡ് ബി അവർ ഓൺ ചൂസിങ്. ഇവർ ചൂസ് ചെയ്ത മാതിരി തന്നെ നമ്മൾ ബാലക്കോട്ടിൽ അന്ന് ചെയ്ത മാതിരി, അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക്. ബിക്കോസ് ഇത് ഏതോരുത്തിന്റെ തലമ കൊണ്ട് ബോംബിടലല്ല ഇതിന്റെ പരിപാടി. ഇതിന് പ്രിസൈസ് ആയിട്ട് അടിക്കാൻ പറ്റും. നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആവട്ടെ, മിലിറ്ററി ഇന്റലിജൻസ് ആവട്ടെ, ലോക്കൽ സ്റ്റേറ്റ് ഇന്റലിജൻസ് ആവട്ടെ, ഇവർക്കൊക്കെ അറിയാം ഇതാരാ നടത്തിയെന്നുള്ളത്. അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി ഇവരെ തെരഞ്ഞു പിടിച്ച് അടുത്ത 2 ദിവസം ഇവരെല്ലാം കൊല്ലും ചെയ്യും ചിലർ. പക്ഷെ ഓരോരുത്തരെങ്കിലും പിടിക്കണം. നമുക്ക് അറിയേണ്ട ഇവർ എവിടുന്നാ വന്നേന്ന്. ഇവരോരോ പേരൊക്കെ വെച്ചിട്ട്, പുതിയ പേരൊക്കെ വെച്ചിട്ടാണ് വന്നേക്കുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാനിൽ പാകിസ്ഥാനിലെ ആർമി ചീഫ് ഒരു സ്റ്റേറ്റ്മെന്റ് അന്ന് എല്ലാവരും കണ്ടതാണ്. പാകിസ്ഥാനാണ്, നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മൾ എന്താണെന്നുള്ളത് പറ്റിയിട്ട് ഒരു വലിയൊരു എമോഷണൽ ആയിട്ടൊരു സ്പീച്ച് കൊടുത്തിരുന്നു. ആ സ്പീച്ചിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഇതിനൊരു ടാർഗറ്റഡ് എന്താ പറയുക, ഒരു അസാസിനേഷൻ എന്ന് പറയാൻ പറ്റില്ല, ടാർഗറ്റഡ് ആയിട്ടുള്ള അറ്റാക്കിന് വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു.
നമുക്ക് എപ്പോഴും അറിയാം കശ്മീർ ആവട്ടെ, ശ്രീനഗർ ആവട്ടെ, കുപ്വാര, ബാറാമുള്ള ഈ ഏരിയയിലൊക്കെ, ഷോപ്പിയാൻ, ഇവിടെയൊക്കെ പണ്ട് കുറെ ടെററിസ്റ്റ് അറ്റാക്ക് നടന്നിട്ടുള്ളതാണ്. ഇപ്പോഴും അപ്പപ്പോ രണ്ട് അറ്റാക്ക്, ഒരു ഗ്രനേഡ് വലിച്ചെറിയൽ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ജമ്മുവിന്റെ അങ്ങോട്ട് അധികം അറ്റാക്ക് നമ്മൾ കണ്ടിട്ടില്ല ലാസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു 3-4 മാസമായിട്ട്. ഇതൊക്കെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ്. പക്ഷെ ടൂറിസം ഇവർക്ക് അറിയാം അനിൽ, ഈ ടൂറിസം തകർന്ന ഇവരുടെ ആൾക്കാരുടെ വരുമാനമാണ് തകരുക, അല്ലാണ്ട് വരാം. പക്ഷെ എനിക്ക് കാണുന്നത് ഈ റൂട്ട് കിടക്കുന്നത്, ഈ പറഞ്ഞ കേണൽ ഡെന്നി ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, അമർനാഥ് യാത്രയുടെ റൂട്ടാണ്. അമർനാഥ് യാത്രയ്ക്കുള്ള റൂട്ടാണ്. അപ്പൊ അമർനാഥ് യാത്രയെ ടാർഗറ്റ് ചെയ്തിട്ട് അതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് കാണിച്ചു. പക്ഷെ അമർനാഥ് യാത്രയുടെ സമയത്ത് നല്ല ടൈറ്റ് ആയിട്ട് സെക്യൂരിറ്റി ഉണ്ടാവും. ഇതേമാതിരി ടൂറിസ്റ്റുകളെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടുന്ന പരിപാടി ആ സമയത്ത് ഉണ്ടാവില്ല. പക്ഷെ ഈ പറഞ്ഞാൽ ഇതൊരു വേക്കപ്പ് കോളാണ്. നമ്മുടെ അവിടുത്തെ സോ കോൾ സെക്യൂരേഴ്സ് ഉണ്ട് കുറെ പേര്. അന്ന് നമ്മുടെ ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞല്ല, ചീഫ് ജസ്റ്റിസ് അല്ല, അപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്, ഇത് ആവാൻ പോണ ചീഫ് ജസ്റ്റിസ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. ആ ചീഫ് ജസ്റ്റിസും കൊടുത്തു. രണ്ടുപേരും പറഞ്ഞു വയലൻസ് ഒന്നും നമ്മളെ കണ്ട് ഞങ്ങളെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇത് വഖഫ് ബില്ലിനെ പറ്റിയാ പറയുന്നത്. അപ്പൊ ആലോചിച്ചൊക്കെ ആരൊക്കെ, അത് നമ്മൾ കർഷക അജിറ്റേഷന്റെ സമയത്ത് കണ്ടു അനിൽ, ഷഹീൻ ബാഗിൽ കണ്ടു, ഡൽഹി യൂണിവേഴ്സിറ്റി റയറ്റ്സിൽ കണ്ടു, ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയിൽ കണ്ടു, വെസ്റ്റ് ബംഗാളിലെ റയറ്റ്സിൽ കണ്ടു. ഇതൊക്കെ ഇവര് പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നതാണ്. അവിടെ തോക്കില്ല എന്നുള്ള ഡിഫറൻസ്, എവിടെ തോക്കുണ്ടെന്നുള്ളതാണ്. പക്ഷെ ഇതിന് ശരിക്ക് നമ്മൾ അമിത്ഷായുടെ മോദിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആർമി കമാൻഡേഴ്സ് അറ്റ് ലോക്കൽ ലെവൽ അവർക്ക് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഉണ്ട്. അവരത് പരിപാടി നോക്കിക്കോളും. ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ കശ്മീറും നോർത്ത് ഈസ്റ്റും വിട്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു 14-11 കൊല്ലമായിട്ട് ഒരു മേജർ ബ്ലാസ്റ്റ് ഉണ്ടായിട്ടില്ല കശ്മീറും നമ്മൾ നോർത്ത് ഈസ്റ്റും വിട്ടു കഴിഞ്ഞു. പക്ഷെ ജമ്മു കാശ്മീരിൽ ജമ്മു ക്വയറ്റാണ്, കശ്മീരിലാണ് പ്രോബ്ലം ഉള്ളത്. ഇത് വൺസ് ആൻഡ് ഫോർ ഓൾ തീർക്കാൻ പറ്റില്ല. നമ്മൾ ഇസ്രയേലിൽ നിന്ന് കണ്ടുപിടിക്കണം. അവരെത്ര കൊല്ലമായിട്ട് ഈ ഗാസ ആവട്ടെ, ബാക്കിയുള്ള ഓക്യുപ്പൈഡ് വെസ്റ്റ് ബാങ്ക് ആവട്ടെ, അല്ലെങ്കിൽ ലെബനനാണ്, ഇവരെത്ര കൊല്ലമായിട്ട് ഇസ്രയേലി ആർമിയുടെ അടുത്തുള്ള ഇന്റലിജൻസ് വേറെ ആരുടെ അടുത്തും ഉണ്ടാവില്ല. അത്ര പ്രിസൈസ് ആയിട്ടുള്ള ഇന്റലിജൻസ് ആണ് അവരുടെ അടുത്തുണ്ടാവും. അതേമാതിരി അവരുടെ എയർഫോഴ്സ് ആവട്ടെ, അവരുടെ ബാക്കിയുള്ള ടെക്നോളജി വെച്ച് അവർ അറ്റാക്ക് ചെയ്യുന്നതാവട്ടെ, വളരെ പ്രിസൈസ് ആയിട്ടാണ് അവർ അടിക്കുക. പക്ഷെ അവർക്കും ഇതുവരെ ഈ ഗാസയിലെ ഹമാസിനെയോ അല്ലെങ്കിൽ ലെബനനിലെ ഹെസ്ബുള്ളയോ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ശരിയാണ്, അവരുടെ ലീഡർഷിപ്പ് വൈപ്പ് ഔട്ട് ചെയ്തു. പക്ഷെ നമുക്ക് പ്രോബ്ലം എന്താണ്, നമ്മുടെ ഇവർ കിടക്കുന്നത് പാകിസ്ഥാനിലാണ്. നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തു, അന്നൊരു പ്രോബ്ലമായി. അന്ന് നമുക്ക് ബാലക്കോട്ട് നടന്നപ്പോൾ കേണൽ ഡിന്നി പറഞ്ഞു തരുവാണെങ്കിൽ നമ്മുടെ അടുത്ത് അന്ന് റഫാൽ ഉണ്ടെങ്കിൽ നമുക്ക് പാകിസ്ഥാൻ എൻ്റർ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഷൂട്ട് ആൻഡ് സ്കൂട്ടാണ് റഫാൽ. അവിടുന്ന് ഷൂട്ട് ചെയ്ത് ബോർഡറിൽ നിന്ന് തിരിച്ചു വരാൻ നമ്മുടെ എയർക്രാഫ്റ്റ്. ഇന്ന് അത് പറ്റും. ഇന്ന് അത് കാണിച്ചു കൊടുക്കണം. ഒരു യുദ്ധം ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഇപ്പൊ എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഒരു സപ്പോർട്ട് ഉണ്ട് ഇന്ത്യക്ക്. അതെ, ഒരു സപ്പോർട്ട് നമുക്ക് വരാൻ പോകുന്നുണ്ടായിരുന്നില്ല. അതാണ് മെയിൻ ആയിട്ടുള്ളത്. ബിക്കോസ് ഈ സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, അത് US ആയാലും അത് യൂറോപ്യൻ യൂണിയൻ ആയാലും. ഇപ്പൊ യൂറോപ്യൻ യൂണിയന്റെ ഒരു ഡെലിഗേഷൻ എനിക്ക് ഇന്നോ നാളെയും കണ്ട് ഓൾറെഡി എത്തിക്കഴിഞ്ഞുകൊണ്ട് അവർ ശ്രീനഗറിൽ. അവർ കുപ്വാറയിലേക്ക് പോകേണ്ടതാണ് അവര്. പക്ഷെ എനിക്ക് തോന്നുന്നു അവരിപ്പോ പോകുന്നില്ല കുപ്വാറയ്ക്ക്. അത് ശ്രീനഗറിൽ വെച്ച് എൻഡ് ചെയ്യേണ്ട അവരുടെ ട്രിപ്പ്. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഇവരൊക്കെ വരുന്ന സമയത്താണ് ഈ ഇങ്ങനത്തെ അറ്റാക്ക് നടക്കുന്നത്. ഞാൻ പറയണേ വൺസ് ആൻഡ് ഫോർ ഓൾ. ബിക്കോസ് ഇപ്പൊ പ്രസിഡന്റ് ട്രംപ് ഉള്ള കാരണം ഇന്ത്യക്ക് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. പ്രസിഡന്റ് ട്രംപ് ഫുൾ ബാക്കിംഗ് തന്നോളൂ. പൊളിറ്റിക്കലി നമ്മളൊരു സേഫ് സിറ്റുവേഷനിലാണ്. JD വാൻസോടെ ഇത് ഭാരതത്തിന് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ? ഇല്ല, പക്ഷെ നമുക്ക് ഇല്ല, അസിസ്റ്റൻസ് അല്ല പറഞ്ഞ ഞാൻ അനിൽ. നമുക്കൊരു പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇസ്രയേലും അത് അവരുടെ അടുത്ത് നല്ല ശക്തി, പക്ഷെ അവർ അടിക്കുന്നതിന് മുമ്പ് അമേരിക്ക അറിയിക്കും ഞങ്ങൾ അടിക്കാൻ പോകുന്നുള്ളത്. അതാണുള്ളത്. ബിക്കോസ് നമ്മൾ ഷുഡ് ബി പൊളിറ്റിക്കലി കറക്റ്റ്. നമ്മൾ ഈ പറഞ്ഞ മാതിരി ഡിപ്ലോമാറ്റിക് ഒരു ഇതിലേക്ക് കടക്കാൻ പാടില്ല. നമ്മൾ ചെയ്തു, ഞങ്ങളെ വന്ന് ചൊറിഞ്ഞു, ഞങ്ങൾ തിരിച്ചടിച്ചു, ഇതാണ്. പക്ഷെ വി വിൽ കീപ് US ഇൻ ദ ലൂപ്പ്. വി വിൽ കീപ് യൂറോപ്യൻ യൂണിയൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ മെയിൻലി US ആണ്. അവരെ നമ്മുടെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊളിറ്റിക്കൽ സപ്പോർട്ട് ഡെഫിനറ്റ് ആയിട്ട് കിട്ടും.